പാർട്ടി മെമ്പറാണ് പി കെ ശശി. ഇപ്പോഴും അദ്ദേഹം ഈ പാർട്ടി പൊതുവായി സ്വീകരിക്കുന്ന ഒരു നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒരു UDF ഭരിക്കുന്ന നഗരസഭയിൽ അവരെ പുകഴ്ത്തുന്ന രീതിയിൽ ഈ CPM പറയുന്ന എല്ലാ അഴിമതി ആരോപണങ്ങളെ തള്ളുന്ന രീതിയിൽ സംസാരിച്ചത് ശരിയാണോ? പാലക്കാട് ജില്ലയിൽ 42,222 പാർട്ടി അംഗങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ആ പാർട്ടി അംഗങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെല്ലാം മറുപടി പറയേണ്ട ഒരു കാര്യം പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനില്ല. 42,222 പാർട്ടി മെമ്പർമാർ പല രൂപത്തിൽ പല കാര്യങ്ങളിൽ ഇടപെടും. അതിൻ്റെ ശരിയും തെറ്റും ആ ഘടകം പരിശോധിക്കും. ഏത് ഘടകത്തിലാണോ ഓരോ വ്യക്തികളും പ്രവർത്തിക്കുന്നത് ആ ഘടകത്തിൻ്റെ പ്രവർത്തന അകത്ത് നിന്നുകൊണ്ടാണ് അത് പരിശോധിക്കുക. അതിനൊന്നും ജില്ലാ നേതൃത്വം മറുപടി പറയേണ്ട കാര്യമേ ഇല്ല. ഒരു മുൻ MLA ആണ് CATയുടെ സംസ്ഥാന നേതാവ്. ഞങ്ങളുടെ പാർട്ടിയിൽ 1957 മുതൽ നിരവധി മുൻ MLAമാരുണ്ട്, മുൻ MP മാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്. അതുപോലെ നിരവധി ഘടകങ്ങളിൽ മുൻകാലങ്ങളിൽ ഉയർന്ന ഘടകങ്ങളിൽ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായ ആളുകളുണ്ട്. അതിനെല്ലാം മറുപടി പറയുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസിന് വേണ്ടിയിട്ടായിരിക്കും, വാർത്തയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. പറയട്ടെ, അതുപോലെ നീ എടുത്തു ചാടേണ്ട റിപ്പോർട്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ വിവാദം ഉണ്ടാക്കാൻ എന്താണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെ ഒന്ന് കണ്ട് ഇതിനെ ഒന്ന് ചൂട് പിടിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അതിനൊന്നും നിന്ന് തരാനുള്ള ആളുകളല്ല CPMൻ്റെ ജില്ലാ സെക്രട്ടറി നേതൃത്വം. ഒരു ജില്ലാ നേതാവ് അദ്ദേഹം ഒരു തരംതാരത്തിൽ നടപടി നേരിടുന്നു, പിന്നീട് ഒരു തിരിച്ചു വരവേണ്ട സമ്മർദ്ദബന്ധമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടോ CPMൻ്റെ ജില്ലാ നേതാവ്? ഞങ്ങളുടെ പാർട്ടിയിൽ ഈ നടപടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ തകർത്ത് കളയാനല്ല. നടപടി എപ്പോഴും തെറ്റ് തിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നടപടി സംഘടനാ നടപടിക്രമം മാത്രമാണ് ഇത്തരം വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള നടപടി. അതാണ് CPM കാണുന്നത്. ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു വ്യക്തിയെയും നടപടിയെടുത്ത് പൂർണ്ണമായും തകർത്ത ചരിത്രം ഈ പാർട്ടിക്കില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ഈ പാർട്ടിക്കില്ല. ഏതൊരു പാർട്ടി നേതാവിനെതിരായി നടപടിയെടുത്താലും ചെയ്ത തെറ്റിനുള്ള അതിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു നടപടി മാത്രമാണ്, ശിക്ഷ മാത്രമാണ്. അത് തിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി അതിൻ്റെയും മുകളിലുള്ള ഉപര കമ്മിറ്റിയിലേക്ക് വരാം. അതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. നടപടിയെടുത്തിട്ടും തിരുത്തില്ലാന്ന് മലയാളം ചാനലല്ല വിലയിരുത്തേണ്ടത്, CPM ആണ് വിലയിരുത്തേണ്ടത്. മലയാളം ചാനൽ CPMൻ്റെ ആളുകളെ വിലയിരുത്തേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്കിത് പറയാം, അല്ലാതെ CPMൻ്റെ ഒരു പ്രവർത്തകൻ CPMൻ്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച ഒരാൾ എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത് CPM ആണ് തീരുമാനിക്കുക, ചാനലുകാരേ അല്ല.